അപ്പോൾ ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയുടെ സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ എപ്പിസോഡ്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ ചെക്കൗട്ട് ചെയ്യാത്തവർ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം. അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഗൈസ് ഈ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ വണ്ടി നമ്മുടെ ആ ചൈനീസ് മാഫിയ 14K ട്രയർ ചൈനീസ് മാഫിയയ്ക്ക് വേണ്ടി അടിച്ചു മാറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. ബിക്കോസ് ഇത് അവർക്ക് കൊടുക്കണം, എന്നാൽ മാത്രമാണ് നമ്മൾക്ക് വേണ്ടി മൈക്കിളിൻ്റെ ഫാമിലിനെയും എൽ റൂബിയോനും ലാംബറിനെയൊക്കെ വിട്ട് തരത്തുള്ളൂ ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് കൊടുക്കണം. വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും മാക്സിമം വീഡിയോ ഫുള്ളായിട്ട് കാണാം, നിങ്ങൾക്ക് അപ്പോഴാണ് സ്റ്റോറിയൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഫ്രാങ്ക്ലിൻ ജസ്റ്റ് ആക്ച്വലി ഈ ഡ്രസ്സ് ഇട്ടൊക്കെ പോയിട്ടാണ് ഇതൊക്കെ സെറ്റാക്കിയത്. അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ മാറേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ എന്തായാലും പോലീസ് പിടിച്ചിട്ടുണ്ടോ, ബിക്കോസ് നമ്മൾ ശരിക്കുള്ള പോലീസല്ല, അതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവുകയാണ്. അപ്പാർട്ട്മെൻറ്റിലൂടെ തൊട്ടടുത്താണ്. പിന്നെ ഈ വണ്ടിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും കാണാത്തവർക്ക് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് ആക്ച്വലി കാണുമ്പോൾ ജസ്റ്റ് ഒരു നോർമൽ വണ്ടിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നോർമൽ വണ്ടിയാണ്, പക്ഷെ വെള്ളത്തിൽ കൂടെയും പോവാം, അതാണ് പ്രത്യേകത. കണ്ട, ഇതിൻ്റെ മോട്ടറൊക്കെ ഓണായി, ഇതിൻ്റെ ഫ്ലാപ്പൊക്കെ മാറി വേറെ വണ്ടിയായി മാറിയിട്ട് ഗൈസ്. അപ്പോൾ ഇത് വെള്ളത്തിൽ കൂടെ സുഖമായിട്ട് നമുക്ക് ഓടിച്ചു പോവാം. കണ്ട, അങ്ങനെ പോകാൻ പറ്റുന്ന ഒരു കിട്ടിലും വണ്ടിയുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം. കണ്ട് ഇങ്ങനെ മാറുകയും ചെയ്യാം കേട്ടോ. അങ്ങനത്തെ ഒരു കിട്ടിലും വണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് സുഹൃത്താണ്, എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഓൺ ദ റോഡ് ടു 10K ആണ്. പിന്നെ നമ്മുടെ മെയിൻ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ട് എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗൈസ്, അപ്പോൾ അതും ചെക്കൗട്ട് ചെയ്തേട്ടോ. അപ്പോൾ നമുക്ക് നേരെ പുറത്തോട്ട് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ മാൻഷനിലോട്ടാണ്. മാൻഷനിലോട്ടല്ല, നമ്മുടെ ഒരു അപ്പാർട്ട്മെൻറ്റ് പോലെ ഇരിക്കുന്ന മാൻഷനിലോട്ട്. എന്നിട്ട് പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ ഒട്ടും വൈകേണ്ട, നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഡ്രസ്സ് മാറിയിട്ട് നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോകാനുണ്ട്. അങ്ങനെ ഒരുപാട് ഇന്ന് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഗൈസ്. അപ്പോൾ ഓരോ കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഒന്നും തീരത്തില്ല, നമുക്ക് നമ്മൾ വിചാരിക്കുന്ന കാര്യം നടക്കത്തുമില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റ്. ആക്ച്വലി നമ്മുടെ അപ്പാർട്ട്മെൻ്റ് അല്ല, നമ്മളിവിടെ നിന്ന് ഇപ്പോൾ തന്നെ മാറേണ്ട വരുന്നൊക്കെയാണ് ലെസ്റ്റർ പറഞ്ഞത്. ബിക്കോസ് ഇത് ആക്ച്വലി മലിബു റോയൽ ഫാമിലിക്ക് ഉള്ള ടവറാണ്. പക്ഷേ അവരെന്തായാലും വരുന്നുണ്ട്. മാർട്ടിൻ മെഡ്രാസോൻ്റെ ഫാമിലിയാണ് നമ്മുടെ മലിബു റോയൽ ഫാമിലി. അപ്പോൾ അവിടെ നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മൾ എന്തായാലും ഇത് മാറിക്കൊടുക്കണം. തൽക്കാലം ഇപ്പോൾ ഈ വണ്ടിയൊക്കെ ഇവിടെ കിടക്കട്ടെ. ഇതെന്തായാലും ഇപ്പോൾ കൊണ്ടുപോകണം. അപ്പോൾ എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. നമുക്ക് അത്യാവശ്യം ഗാരേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിടിലൻ അപ്പാർട്ട്മെൻറ്റ് ആണ് കേട്ടോ ഗൈസ് അത്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങോട്ട് മോളിൽ പോകാം. മോളിൽ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. നേരെ ലിഫ്റ്റിൽ കയറിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ മുകളിൽ എത്തിയിട്ട് നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. നേരെ അങ്ങോട്ട് പോകാനുള്ളതാണ് ഗൈസ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട. ആ കൂടെ നമുക്ക് ഇത്രയും കണ്ണൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയ സീനില്ല. നമുക്ക് അത്യാവശ്യം കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ അവിടെ പിടിച്ചപ്പോഴാണ് ഉള്ള റോക്കറ്റ് ലോഞ്ചറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്ന് പോയത്. പക്ഷേ കുഴപ്പമില്ല, നമ്മളെല്ലാം തിരിച്ചെടുക്കുന്നതായിരിക്കും. അപ്പോൾ നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം. അപ്പോൾ ഗൈസ് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രാങ്ക്ലിൻ്റെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. നമ്മൾ ആക്ച്വലി പോകാൻ പോകുന്നത് ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടാണ്. പിന്നെ ഡെവിൻ വെസ്റ്റിനെയും കാണണം. അപ്പോൾ പുള്ളിക്ക് എന്ന് വെച്ചാൽ നമുക്കിവിടെ സ്ഥലങ്ങളിലൊക്കെ സെക്യൂരിറ്റി തരാം എന്ന് നമ്മുടെ ഡെവിൻ വെസ്റ്റൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ചോദിച്ച് സെറ്റാക്കാനുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാണ്ട് ഗൈസ്. നമുക്ക് നേരെ താഴെ പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഗറാജിൽ എത്തിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഇറങ്ങാം. ഇത് ഓൾമോസ്റ്റ് രാവിലെ ജസ്റ്റ് ഉച്ചയൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഗൈസ്. അതാണ് ഇത്ര വെട്ടമൊക്കെ പുറത്ത്. ഈ വണ്ടി ആക്ച്വലി കൊള്ളാം കേട്ടോ. അത് ഇത്ര മോഡിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും തന്നെ നല്ലൊരു കിടിലൻ സ്പീഡ് ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അപ്പോൾ ഗൈസ് നമുക്ക് ഒട്ടും വൈകിട്ട് നേരെ നമുക്ക് ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ പ്ലാൻ എന്തായിരുന്നു വെച്ചാൽ നമ്മൾ നേരെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ലെസ്റ്റർ ഇപ്പോൾ തന്നെ വിളിച്ച് പറഞ്ഞ് നേരെ ബെന്നിയുടെ വർക്ക്ഷോപ്പിലോട്ട് വരാനാണ് പുള്ളി പറഞ്ഞത് കേട്ടോ ഗൈസ്. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ വണ്ടി ആക്ച്വലി കയോപ്പറിക്കിലോട്ട് കൊടുത്തയക്കാൻ പോവുകയാണ്. ബിക്കോസ് അവിടെയാണ് ഈ ചൈനീസ് ഗ്യാങ് ഉള്ളത്. ബിക്കോസ് ആ 14K ട്രയർ എന്നുള്ള സിൻഡിക്കേറ്റ് ഇപ്പോൾ അവിടെയാണ് ഉള്ളത്. അപ്പോൾ അവർക്കാണ് ഈ വണ്ടി ആവശ്യം. അപ്പോൾ അങ്ങോട്ടാണ് അയക്കേണ്ടത് ഗൈസ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് ഈ വണ്ടി അവിടെ എത്തുന്നുണ്ടോ, എൻ്റെ മോനെ ഇവരെന്താ കാണിച്ചത്? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ഗൈസ്. ഇതിൽ വേറെ ടെക്നോളജി അത്രേ ഉള്ളൂ. വെറുതെ പോകണം, നമ്മൾ വെറുതെ എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരിക്കും പറ്റാൻ പോകണം ഗൈസ്. അപ്പോൾ അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ വണ്ടി എങ്ങനെയെങ്കിലും അങ്ങോട്ട് കൊടുത്തയക്കണം. പക്ഷേ നമുക്ക് ഈ ഒരു ട്രാക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് കൊടുത്തയക്കാൻ പറ്റുള്ളൂ ഗൈസ്. ബിക്കോസ് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ട്രാക്ക് ചെയ്യണമെങ്കിലോ ഈ വണ്ടി എവിടെ പോകണമെങ്കിലും എന്തെങ്കിലും മിസ് ഔട്ട് ആയാലൊക്കെ നമുക്ക് അറിയാൻ ആ ഒരു ഒറ്റ വഴി മാത്രമേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വണ്ടി അകത്തോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്തിട്ടേക്കാം. ബിക്കോസ് ഈ വണ്ടി അധികം കൊണ്ടുവരുന്ന പ്രശ്നമാണ് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ വണ്ടികളുണ്ടല്ലോ. നമുക്ക് എന്തായാലും ബെന്നിക്കിപ്പോൾ ആക്ച്വലി അത്യാവശ്യം കുറേ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. ഇത് ലെസ്റ്റർ ഇതിൻ്റെ അടിയിൽ പോയി നിൽക്കട്ടെ. എങ്ങനെ ആ വണ്ടി വീഴാണെങ്കിൽ തീർന്നു പുള്ളി. നമുക്ക് എന്തായാലും ബെന്നിയുടെ അടുത്ത് പോയി കാര്യം സംസാരിക്കാം. ബെന്നി മിക്കവാറും
എന്തെങ്കിലുമൊക്കെ പറയും എന്ന് വെച്ചാൽ നമുക്ക് ആ വണ്ടിയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. പ്രൊട്ടക്റ്റ് മാത്രമല്ല, ആ വണ്ടിയിൽ നമ്മൾ ട്രാക്കർ വെച്ച് സെറ്റ് ആക്കണം ഇന്ന് ഈവനിങ് കൊണ്ട്. ബിക്കോസ് ഇന്ന് ഈവനിങ് നമുക്കത് കൊടുത്തയക്കണം, അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. അപ്പോൾ നമുക്ക് നേരെ ബെന്നിയുടെ സംസാരിക്കാം എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ചോദിക്കാം. ഹലോ ബെന്നി, എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? അപ്പോൾ കഴിച്ച ബെന്നി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പുള്ളിക്ക് ജസ്റ്റ് 2 മണിക്കൂർ മതി തീർക്കാനാണ് പുള്ളി പറഞ്ഞ കേട്ടോ കഴിച്ച്. അപ്പോൾ നമുക്ക് അതൊക്കെ സെറ്റ് ചെയ്യാം. പിന്നെ മാത്രമല്ല ബെന്നി പറഞ്ഞ് പുതിയൊരു കാർ നമ്മുടെ ഇന്ത്യൻ കാർ കളക്ഷനിലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു ഫോർച്യൂണർ, നിങ്ങൾ കുറേ പറഞ്ഞു ഫോർച്യൂണർ കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ ഫോർച്യൂണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് സാധാ ഫോർച്യൂണർ അല്ല, ഒരു TRD എഡീഷൻ ഫോർച്യൂണർ ആണ്. കാണാനും ലുക്കായിട്ടുണ്ട് ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫോർച്യൂണർ, ഇത് ഫോർറണ്ണർ, രണ്ടും അടിപൊളി വണ്ടിയാണ് കേട്ടോ ഗൈസ്. പിന്നെ ദേ ഇവിടെ അത് മാത്രമല്ല, ഇവിടെ കൂടാതെ വേറെ കുറച്ച് വണ്ടികളും കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ BMW 5 സീരീസ് 2 എണ്ണം ഉണ്ട്, M5 2 എണ്ണം. എനിക്ക് തോന്നുന്നു പുള്ളിക്ക് വണ്ടിക്ക് കിറ്റ് കയറ്റി കൊടുക്കുന്ന പരിപാടിയും തുടങ്ങിയെന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇപ്പോഴത്തെ കിറ്റ് കയറ്റി വണ്ടി ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അല്ല, ഇത് ഒറിജിനൽ M5 ആണ് ഗൈസ്. ഇത് ലോഗോ ഉള്ള വലിയ എഞ്ചിൻ ഉണ്ട് അകത്ത്. മറ്റേതൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത് M സ്പോർട്ടാണ് ഗൈസ്. അപ്പോൾ ഏറ്റവും പുതിയ വണ്ടികളൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് നൈസായിട്ടുണ്ട് പോവാം. അതേ നമ്മുടെ ലെസ്റ്ററിൻ്റെ അടുത്ത് നിന്ന് സംസാരിച്ച് നോക്കണം. എന്നിട്ട് നമുക്ക് ഇവിടുന്ന് പോവാം ഗൈസ്. ലെസ്റ്റർ ഇവിടെ നിൽക്കണ്ടല്ലോ. ഹലോ ലെസ്റ്റർ, അപ്പോൾ എന്താണ് പരിപാടി? അപ്പോൾ ഗൈസ് ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇപ്പോൾ ആക്ച്വലി നമുക്ക് സെക്യൂരിറ്റീസും കാര്യങ്ങളും ഒന്നുമില്ല. പക്ഷെ നമ്മുടെ എതിരെ ഒരുപാട് അറ്റാക്ക് വരാനിനി കുറേ ചാൻസസ് ഉണ്ട്. ബിക്കോസ് മൈക്കിളിൻ്റെ ഫാമിലി അങ്ങനെ നമ്മുടെ എൽറൂബിയോ ലാമർ എല്ലാവരും അവർ തട്ടിക്കൊണ്ടുപോയി. അപ്പോൾ സെക്യൂരിറ്റി വേണമെങ്കിൽ, പക്ഷെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അതിനുള്ള പ്രൊവിഷനും ഇല്ല, ഫണ്ടും ഇല്ല അത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മുടെ ഡെവിൻ വെസ്റ്റൺ പറയുന്ന ഒരു കാര്യം കേട്ടേ പറ്റൂ, അല്ലാണ്ട് നമുക്കും ചെയ്യാൻ പറ്റില്ലെന്നാണ് ലെസ്റ്റർ പറഞ്ഞിട്ട്. അപ്പോൾ ലെസ്റ്റർ പറഞ്ഞാൽ നമുക്ക് നേരെ ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷനിലോട്ട് പോകാമെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ലെസ്റ്റർ നമുക്കത് പോയേക്കാം. നമുക്ക് എന്തായാലും ഡിഫൻഡർ തന്നെ എടുത്തേക്കാം ഗൈസ്. അപ്പോൾ ഇത് ഏത് വണ്ടി വേണമെങ്കിലും എടുക്കാം, പക്ഷെ നമുക്ക് ഡിഫൻഡർ എടുക്കാം. ഡിഫൻഡറാണ് അടിപൊളി. നടച്ചേക്കാം. ലെസ്റ്റർ വന്ന് കയറിക്കോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ വണ്ടി എടുത്താൽ പോകാം. ലെസ്റ്റർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ ഈ വണ്ടി എടുത്താൽ നമ്മൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷനിലോട്ടാണ് കേട്ടോ ഗൈസ്. ബിക്കോസ് അവിടെ ചെന്നാലും മാത്രമേ ഇനി അടുത്തെന്താ ചെയ്യേണ്ടതെന്ന് പുള്ളി പറയത്തുള്ളൂ ഗൈസ്. പുള്ളിക്ക് എന്തോ ഒരു സാധനം നമ്മൾ എടുത്തു കൊടുക്കണം എന്നാണ് പുള്ളി പറഞ്ഞത്. എന്തോ വലിയ റോബറിയും കാര്യങ്ങളൊക്കെയാണ്, പക്ഷെ അത് ചെറിയൊരു കാര്യമല്ല. നമ്മൾ ഒരു കാര്യം നടക്കാൻ വേണ്ടി ഒരുപാട് പേരെ വെറുപ്പിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നമുക്കുള്ളത്. പക്ഷെ നമുക്കൊന്നും ചെയ്യാനില്ല. മൈക്കിള് ഒരു കാര്യം പറയാനുണ്ടെന്ന് കൂടി പറഞ്ഞു, എന്തോ വേറൊരു സീക്രട്ട് കാര്യം. നമ്മൾ വേറൊരു ഓർഗനൈസേഷനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സപ്പോർട്ട് കിട്ടുമെന്നാണ് നമ്മുടെ മൈക്കിൾ പറഞ്ഞത്. പക്ഷേ എന്താണ് ആരാണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഒട്ടും വൈകേണ്ട നേരെ നമ്മുടെ ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷൻ്റെ അവിടെ എത്താറായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞ് എന്തിനാണെന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം മനസ്സിലായതാണ്. ബിക്കോസ് പുള്ളിക്ക് വേണ്ടി നമ്മളൊരു മിഷൻ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് പുള്ളി നമുക്ക് വേണ്ടത്ര സെക്യൂരിറ്റീസ് പ്രൊവൈഡ് ചെയ്യുള്ളൂ ഗൈസ്. ബിക്കോസ് നമുക്കിപ്പോൾ കറൻറ്റ് സെക്യൂരിറ്റി തരാൻ ആരുമില്ല. ബിക്കോസ് മാറ്റമെൻട്രേഴ്സും ആരും നമുക്ക് ഇത്ര നാളെ തന്നുകൊണ്ടിരുന്നത്. പക്ഷേ പുള്ളി ഇപ്പോൾ ഈ നാട്ടിലില്ല. പക്ഷേ പുള്ളി വരുന്നതായിരിക്കും. പക്ഷേ അതുവരെ നമുക്ക് പുള്ളിയുടെ അടുത്ത് ഈ ഡെവിൻ്റെ അടുത്ത് തന്നെ നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഗൈസ്. ഇപ്പോൾ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ്. ബിക്കോസ് എല്ലാവർക്കും എതിരെ അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ ലെസ്റ്ററും ഫ്രാങ്ക്ലിനും ട്രെവറും മൈക്കിളും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവർ പൊക്കിയിട്ടുണ്ട്. ഇപ്പോൾ അടുത്തത് ആരാണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ എന്തായാലും എല്ലാവരും പൊക്കുമെന്ന് ഉറപ്പാണ് ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും ഇവിടുന്ന് 5 ഡിഫൻഡർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഗാർഡ്സിൻ്റെ വണ്ടിയാണ്. നമുക്ക് എന്തായാലും തൽക്കാലം നമ്മൾ ഡിഫൻഡർ ഇവിടെ കിടക്കട്ടെ. നമുക്ക് എന്തായാലും അകത്ത് പോയി ഡെവിനെ മീറ്റ് ചെയ്യാം. ബിക്കോസ് അകത്ത് ഒരുപാട് ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനാണ് ചാൻസ്. ഹലോ സാർ, അപ്പോൾ ഡെവിൻ അകത്തുണ്ടോ? അപ്പോൾ ഗൈസ് പുള്ളി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവിൻ വെസ്റ്റിന് അകത്ത് വെയിറ്റിംഗ് ആണെന്നാണ് പറഞ്ഞത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. ആ പൂളിൻ്റെ ഏരിയയിൽ കാണുന്നുണ്ടോ പുള്ളി പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ മാൻഷൻ ആക്ച്വലി ടൂറൊക്കെ നടത്തിയായിരുന്നു. ഇതൊരു കിടിലൻ മാൻഷനാണ്. നമുക്ക് ജസ്റ്റ് ഞാൻ പോണതിന് മുമ്പ് കാണിച്ചു തരാം മാൻഷനൊക്കെ. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പുള്ളി ഇതേ ബാക്കിൽ ഇരിക്കേണ്ടതുകൊണ്ട് അവിടെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ആരും കൂടി ഉണ്ട് കേട്ടോ. അത് ആരാണെന്ന് മനസ്സിലാവണില്ല. പുള്ളി എന്തൊക്കെയോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കി ഗൈസ്, എൻ്റെ മോനെ. പുള്ളി ആക്ച്വലി ഭയങ്കര റിച്ചസ്റ്റ് പേഴ്സൺ ആണ് നമ്മുടെ സിറ്റിയിൽ. പക്ഷേ മാറ്റേഴ്സിൻ്റെ അത്ര റിച്ച് ഒന്നുമില്ല, എന്നാലും പുള്ളി റിച്ചാണ്. അത് നമുക്ക് കാണാനുണ്ട്. എന്തായാലും പുള്ളിയോട് സംസാരിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഹലോ സാർ, അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പോൾ കഴിച്ച് പുള്ളി എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അത്യാവശ്യം വലിയൊരു ടാസ്ക്കാണ് നമുക്ക് തന്നേക്കണേ ഗൈസ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ലെസ്റ്ററിൻ്റെ അടുത്ത് ഫുള്ളായിട്ട് മെസ്സേജ് അയച്ച് പറയാമെന്നാണ് പുള്ളി പറഞ്ഞത്. പക്ഷേ ആക്ച്വലി നമ്മൾ ഒരു സാധനം പുള്ളിക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരണം. എന്താ സാധനം, ഇപ്പോൾ ആളാണോ ഒബ്ജക്റ്റാണോ വണ്ടിയാണോ ഒന്നും പറഞ്ഞിട്ടില്ല. എന്തോ വളരെ സ്പെഷ്യലായിട്ടുള്ള സാധനമാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത് ഗൈസ്. അപ്പോൾ അത് ഇന്ന് തന്നെ പുള്ളിക്ക് എത്തിച്ചാൽ ഇന്ന് തന്നെ മേരി വെതർ എന്ന് പറഞ്ഞ ടീമിൻ്റെ സെക്യൂരിറ്റി നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇവരായിരിക്കും ഇനി വരാൻ പോകുന്നത്.
അതുവരെ പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ പുള്ളി പറയുന്ന കാര്യം മാത്രം നമ്മൾ ചെയ്താൽ മതി, ബാക്കി എല്ലാം പുള്ളി സെറ്റ് ചെയ്ത് തരാമെന്നാണ് പറഞ്ഞേക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പോവാം. പുള്ളി എന്തായാലും കാര്യങ്ങളൊക്കെ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. ബാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിക്കവാറും അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ പുള്ളിയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് മാൻഷൻ. നിങ്ങൾ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കാണിച്ചു തന്നെ കേട്ടോ ഗൈസ്. ഇത് അത്യാവശ്യം വലിയൊരു മാൻഷനാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെയൊക്കെ ഇതൊക്കെ ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ മോന് കിടിലൻ തിയേറ്ററാണ് കേട്ടോ ഗൈസ്. ഒരു അവതാറൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇത് അത്യാവശ്യം വലിയ വീടാണ്. ഇതിൻ്റെ മുകളിൽ എനിക്ക് തോന്നുന്നത് എന്തോ ഓഫീസ് റൂം. ഇതെനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഓഫീസാണെന്ന് തോന്നുന്നു. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എൻ്റെ മോന് കിടിലൻ ഓഫീസാണ്. പുറത്തോട്ട് നോക്കുമ്പോൾ ഫുള്ള് വണ്ടികളും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ലെസ്റ്റർ അവിടെ നിന്ന് പോയി എന്ന് എനിക്ക് തോന്നട്ടെ ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ നമുക്ക് ലെസ്റ്റർ ചിലപ്പോൾ പോകാൻ ചാൻസ് ഇല്ല. ലെസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പുള്ളി ഓൾറെഡി പറഞ്ഞത്, മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ലെസ്റ്ററിൻ്റെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ലെസ്റ്റർ ഏത് വണ്ടിക്ക് പോയി? നമുക്കല്ല വണ്ടി. ഓക്കെ ഗൈസ്, എനിക്ക് തോന്നുന്നു പുള്ളി ആ ഒരു 5ാമത്തെ ഡിഫൻഡർ എടുത്തുകൊണ്ട് പോയി എന്ന് തോന്നുന്നു. നമ്മൾ വന്നപ്പോൾ ഇവിടെ 4 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഈ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ടുണ്ട്. ബിക്കോസ് നമുക്ക് മൈക്കിളിനും കാര്യങ്ങളൊക്കെ പിക്ക് ചെയ്യണം. ബിക്കോസ് ലെസ്റ്റർ ഓൾറെഡി അങ്ങോട്ട് വിട്ടിട്ടുണ്ടെന്നാണ് ഡെവിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ലെസ്റ്റർ കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ലെസ്റ്റർ അതിൻ്റെ പ്ലാനിങ് ആയിട്ട് നീങ്ങിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് മൈക്കിളിനെയും വിളിച്ചിട്ട് പോവാം. ബിക്കോസ് ഇപ്പോൾ മൈക്കിൾ, ഫ്രാങ്ക്ലിൻ, ട്രെവർ, ലെസ്റ്റർ മാത്രമേ ഉള്ളൂ, പഴയ OG ഗ്യാങ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും അവർ പൊക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ പൊക്കുന്നതിന് മുമ്പ് നമുക്ക് അവരെ തിരിച്ചടിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ. അപ്പോൾ ഇത് എങ്ങനെയൊക്കെ ചെയ്യാൻ പോലും നമുക്കൊരു പിടിയില്ല. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് അങ്ങോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഒട്ടും വൈകേണ്ട, നേരെ നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ പോയിട്ട് മൈക്കിളിനെ പിക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മളത് ഓൾമോസ്റ്റ് നമ്മുടെ ലെസ്റ്ററിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ എത്താറുണ്ട് ഗൈസ്. നമ്മളോട് വന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൈക്കിളിനെ പിക്ക് ചെയ്യാനാണ്. ബിക്കോസ് മൈക്കിളിനെ നമ്മൾ ആ സ്ഥലത്തോട് കൂടെ കൊണ്ടുവന്നു. നമുക്ക് ഒറ്റയ്ക്ക് അവിടെ കയറാൻ പറ്റില്ല എന്നാണ് ലെസ്റ്റർ പറഞ്ഞത് കേട്ടോ ഗൈസ്, നമ്മുടെ ഡെവിൻ പറഞ്ഞത്. അപ്പോൾ മൈക്കിളിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. മൈക്കിൾ ഇപ്പോൾ ആക്ച്വലി പുള്ളിയുടെ മാൻഷനിലല്ല താമസിക്കുന്നത്, ഈ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ ഇവിടെ സീക്രട്ട് ബേസിലാണ് താമസിക്കുന്നത് ഗൈസ്. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെയും മൈക്കിളിനെയും കൂടി പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഇവിടെ വന്ന് താമസിക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പിക്ക് ചെയ്തിട്ട് നേരെ ആ ലൊക്കേഷനിലോട്ട് പോകും. അത് ആക്ച്വലി നമ്മുടെ ഇവിടെ പോണ മറ്റേ നോർത്ത് സൈഡിലോട്ട് പോണ വഴിക്കാണ്, പലീറ്റോ ബേയിലോട്ട് പോണ സൈഡിൽ കൂടെയാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ പിന്നെ കുറച്ച് ദൂരമുണ്ട്. മൈക്കിളിവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും ഈ വണ്ടി മാറ്റിയേക്കാം. നമുക്ക് വണ്ടി എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ടേക്കാം. ഡിഫൻഡർ ഇവിടെ കിടക്കട്ടെ. ബാക്കി ഇത്ര വണ്ടി ലെസ്റ്ററിൻ്റെ ഉണ്ടോ? ഇത്രയധികം വണ്ടി ഇട്ട് ലെസ്റ്ററിന്. എന്തായാലും കൊള്ളാം. നമുക്ക് എന്തായാലും ഈ മിനി കൂപ്പർ എടുത്തിട്ട് പോവാം. ഇത് നമ്മളത് എടുക്കാറില്ല. അപ്പോൾ ഇത് എടുത്തിട്ട് പോവാം. മൈക്കിളെ അപ്പോൾ നമുക്ക് നൈസായിട്ട് പോയാലോ. അപ്പോൾ ഗൈസ് മൈക്കിൾ സെറ്റാണ്. മൈക്കിളെ നമുക്കൊന്ന് പോയാലോ. എന്താ കേരളം വന്ന് കയറാത്ത? അയാൾ അങ്ങോട്ട് പോകാൻ പോകണം. പെട്ടെന്ന് കയറും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ലൊക്കേഷൻ മൈക്കിൾ ഇട്ട് തന്നിട്ടുണ്ട് ഗൈസ്. പുറത്തിറങ്ങുമ്പോൾ അറിയാം എവിടെ കറക്റ്റ് ലൊക്കേഷൻ എന്ന്. ഇവിടുന്ന് അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ടെന്നാണ് മൈക്കിൾ പറഞ്ഞത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ വേഷത്തിലൊന്നും അല്ല പോകാൻ. നമ്മൾ വേഷം മാറിയിട്ടായിരിക്കും അതിൻ്റെ അകത്തോട്ട് പോകാൻ പോകുന്നു. ബിക്കോസ് അതൊരു ആക്ച്വലി ഒരു വേറൊരു കമ്പനിയുടെ ഫെസിലിറ്റിയാണ്, ഒരു ലാബ് ഫെസിലിറ്റിയാണ്. അപ്പോൾ അവിടേക്ക് നമ്മൾ കയറണമെങ്കിൽ അതിനേതായ സാധനങ്ങളൊക്കെ നമുക്ക് വേണം. അപ്പോൾ കൂട്ടം വയ്ക്കേണ്ട, നേരെ നമുക്ക് ആ ലൊക്കേഷൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ ലെസ്റ്റർ പറഞ്ഞ സ്ഥലത്തോട്ട് എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ലെസ്റ്റർ എന്തിനിവിടെ വരാൻ പറഞ്ഞ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഒരു ഐഡിയ നമുക്കില്ല. ലെസ്റ്ററിനെ കാണുമ്പോൾ മാത്രം ലെസ്റ്റർ പറയത്തുള്ളൂ. ബിക്കോസ് അത്രയും കോൺഫിഡൻഷ്യലും സീക്രട്ടായിട്ടുള്ള എന്തൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ ഡെവിൻ വെസ്റ്റനും മേരി ബ്രദർ ഗ്യാങ്ങും അതൊരു മേരി ബ്രദർ എന്ന് വെച്ചാൽ വലിയൊരു ഓർഗനൈസേഷനാണ്, ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. അവരൊക്കെ തന്നെയാണ് ഈ സിറ്റി കൺട്രോൾ ചെയ്യണം. അപ്പോൾ ഈ സിറ്റീനേക്കാളും വലിയ എന്തോ ഒരു സംഭവമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അല്ലെങ്കിൽ അവർ നമ്മുടെ അടുത്ത് ആവശ്യപ്പെടാൻ ഒരു ചാൻസ് ഇല്ല. അവർക്ക് ചെയ്യാൻ പറ്റാതായിട്ട് ഒന്നുമില്ല സിറ്റിയിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലൊക്കേഷനിലോട്ട് പോയേക്കാം. അത് മാത്രമല്ല ഗൈസ്, വണ്ടിയുടെ കാര്യം പറയാൻ പറഞ്ഞു. ഈ വണ്ടി കാണാൻ ഒരു രക്ഷയില്ല ഗൈസ്. നമ്മുടെ ബ്ലാക്ക് കളർ മിനി കൂപ്പർ ഒരു രക്ഷയില്ല. പിന്നെ ഇന്നത്തെ ജോബ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡെവിൻ വെസ്റ്റൺ നമുക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല ഗൈസ്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടെ എന്തോ ഒരു മെഷീനോ എന്തോ കാണുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ അതൊരു ട്രക്കാണ് കേട്ടോ. ട്രക്കൊക്കെ വന്നിട്ടുണ്ടല്ലോ, എന്താ സംഭവം എന്ന് മനസ്സിലാവണല്ലോ. നമുക്ക് എന്തായാലും കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം. ഓക്കെ, ട്രെവർ ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഒരു കുറ്റി പോലെ നിൽക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് ട്രെവറിൻ്റെ അടുത്ത് പോയി കാര്യം ചോദിക്കാം എന്താണെന്ന്. ട്രെവർ ഓക്കെ, ഇതിൻ്റെ അകത്ത് ലെസ്റ്റർ എന്തോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതൊരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സ്റ്റേഷനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് സംഭവം. അതുകൊണ്ടാണ് ലെസ്റ്റർ ഇങ്ങോട്ട് വന്നേക്കണത്. ഇവിടെ എന്തോ സംഭവം അവർ സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. ട്രെവർ അപ്പോൾ എന്താണ് പരിപാടി, എങ്ങനെയാണ് പരിപാടി? ഓക്കെ ഗൈസ്, അപ്പോൾ ട്രെവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ്റ്റർ ആക്ച്വലി വലിയൊരു കോഡിങ് എന്തോ സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബിക്കോസ് ഇവിടെയാണ് നമ്മുടെ ഹ്യൂമൻ ലാബ് ഉള്ളത്, ഇതിൻ്റെ ഈ മൗണ്ടൻ്റെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അവിടെ ഒരു
ആക്ച്വലി നമ്മൾ ഒരു സാധനം ഒരു ഒബ്ജക്റ്റ് എടുക്കാനോ ഒന്നിനല്ല വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ പുള്ളി ആക്ച്വലി ഒരു വലിയ സയൻറ്റിസ്റ്റാണ്. നമ്മുടെ മേരി വെതറും ടീമും നമ്മുടെ ഡേവിൻ വെസ്റ്റും കൂടി ചേർന്ന് വലിയൊരു മെഷീൻ ഉണ്ടാക്കുന്നുണ്ട്. അതെന്ത് മെഷീനാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. ട്രെവറിന് തോന്നുന്ന ഒരു ടൈം ട്രാവലിംഗ് അങ്ങനെ എന്തോ ഒരു സംഭവം റിലേറ്റഡ് സംഭവമാണ് അവർ ഉണ്ടായിക്കൊണ്ടിരിക്കുകയെന്നാണ് പറഞ്ഞ്. അവർ വേറെ എന്തോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ലെസ്റ്റർ അതിൻ്റെയൊക്കെ പ്ലാനിങ്ങിലാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ അടുത്ത് നേരെ പോയി ഡിഫൻഡറിൽ ഡ്രസ്സുകളുണ്ട് നമുക്ക് മാറാനുള്ളത്. ഫ്രാങ്ക്ലിൻ ആക്ച്വലി പോലീസിൻ്റെ ഡ്രസ്സിലും മൈക്കിൾ ആക്ച്വലി ഒരു FBI ഏജൻറ്റിൻ്റെ ഡ്രസ്സിലുമായിരിക്കും നമ്മൾ പോകാൻ പോകണേട്ടോ ഗൈസ്. അപ്പോൾ അതിനുകൊണ്ട് വണ്ടിയും അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതൊരു FBI ഏജൻറ്റിൻ്റെ വണ്ടിയാണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ മിനി കൂപ്പർ എടുത്ത് ബാക്കിലോട്ട് ഇട്ടേക്കാം. എന്നിട്ട് ട്രെവർ പറഞ്ഞ് നമ്മൾ അയാൾ എടുത്തുകൊണ്ട് വന്നിട്ട്, പക്ഷേ ഭയങ്കര സീക്രട്ടായിരിക്കണം, ബിക്കോസ് അവിടെ ഇൻ കേസ് എന്തെങ്കിലും ഷൂട്ടിംഗ് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തീർക്കണം. അതുകൊണ്ടാണ് മൈക്കിളും കൂടി വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി വിട്ടേക്കാം. ഈ വണ്ടിയായിരിക്കും നമ്മൾ തിരിച്ചു പോകാൻ ഉപയോഗിക്കുന്നത്. പിന്നെ ട്രെവർ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നാണ് പറഞ്ഞത് ബാക്കിൽ. ഓക്കെ ഗൈസ്, അവിടെ ഒരു ബോട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ബോട്ടിലായിരിക്കും പുള്ളീനെ നമ്മൾ കടത്താൻ പോകുന്നത്. എങ്ങോട്ടാ കടത്തുന്നത് നമുക്ക് ലൊക്കേഷൻ അറിയത്തില്ല. അപ്പോൾ ട്രെവറിനും ലെസ്റ്ററിനും അറിയാം, നമ്മുടെ അടുത്ത് എന്തോ പറഞ്ഞിട്ടില്ല. നമുക്കെന്താ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ പോയി ഡ്രസ്സൊക്കെ മാറിയേക്കാം. മൈക്കിളിനെയും ഡ്രസ്സ് മാറ്റണം, നമുക്കും ഡ്രസ്സ് മാറേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഡ്രസ്സ് മാറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വണ്ടിയുടെ ബാക്കിൽ ഉണ്ടെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും സെറ്റ് ചെയ്തേക്കാം ഗൈസ്. ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കണം. തുറന്ന് നോക്കിയിട്ട് നമുക്ക് എന്തായാലും ഡ്രസ്സൊക്കെ ഒന്ന് മാറിയേക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ കംപ്ലീറ്റ് പോലീസിൻ്റെ കോസ്റ്റ്യൂമും നമ്മുടെ മൈക്കിൾ സെറ്റായിട്ടുള്ളൊരു ഗ്യാങ്സ്റ്റർ ലുക്കിലുണ്ട് ഗൈസ്. അപ്പോൾ ഒരു മേരി വെതറിൻ്റെ അല്ല, ഒരു FBI തന്നെ ഒരു ബോസ്സായിട്ടാണ് പുള്ളി മാറിയേക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ആ ലുക്കിലാണ് നമ്മൾ കയറി ചെല്ലാൻ പോകുന്നത്. അവിടെ എന്തൊക്കെയാണ് സെറ്റപ്പ് നമുക്ക് ഒരു പിടിയില്ല. പക്ഷേ ആ ഒരു സയൻറ്റിസ്റ്റിനെ നമ്മൾ പിടിച്ചുകൊണ്ട് വരണം. അത് മാത്രമാണ് ട്രെവർ. നമുക്ക് എന്തായാലും ലെസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ചേക്കാം. ലെസ്റ്റർ അപ്പോൾ എങ്ങനെയാണ് പരിപാടികളൊക്കെ? അപ്പോൾ ഗൈസ്, ലെസ്റ്റർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ആ സയൻറ്റിസ്റ്റിനെ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ലെസ്റ്ററിനെ വിളിക്കണം എന്ന് പറഞ്ഞു. ലെസ്റ്റർ അപ്പോൾ തന്നെ ഇവിടെ നിന്ന് സ്റ്റാൻഡ് വിട്ട് പോകും. ബിക്കോസ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് ഇത് ആക്ച്വലി ഡേവിൻ വെസ്റ്റിൻ്റെ ഒരു മൊബൈൽ ഓപ്പറേറ്റിംഗ് സെൻ്ററാണ്. ഇത് നമ്മൾ തിരിച്ചെത്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ട്രെവർ നേരെ നമ്മുടെ റേഞ്ച് റോവർ എടുത്ത് പോകത്തില്ല. പുള്ളി ഇവിടെ തന്നെ കിടക്കും. ആ വണ്ടിയും ഇവിടെ തന്നെ കിടക്കും. നമുക്ക് ട്രെവർ ആക്ച്വലി ആ ബോട്ട് എടുത്തിട്ട് അവരെയും കൊണ്ട് പോകും. അതാണ് ചെയ്യാൻ പോകുന്നത് ഗൈസ്. അപ്പോൾ മൈക്കിളെ നമുക്കെന്നാൽ പോയാലോ. ഇതിൻ്റെ ഡോർ അടച്ചേക്കാം എന്തായാലും. ഓക്കെ, ഡോർ അടച്ചേക്കാം. മൈക്കിളെ കയറിക്കോ. ഇത് ആക്ച്വലി പോലീസിൻ്റെ ബാക്കിൽ തന്നെ കയറിയാൽ മതിയായിരുന്നു. ബാക്കിൽ തന്നെ കയറി. കറക്റ്റ് ഒരു ബോസ് ലുക്കിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ഇത് ആക്ച്വലി പോലീസ് വെഹിക്കിളാണ്. കണ്ട, നമുക്കിപ്പോൾ ലൈറ്റൊന്നും ഇടണ്ട. അവിടെ എത്താറാവുമ്പോഴേക്ക് ഇടാം, എന്നാലും ഓപ്പൺ ചെയ്യുള്ളൂ. മൈക്കിളോട് സെറ്റായിട്ടൊക്കെ ഇരിക്കണം. ഞാൻ മിക്കവാറും ആ തോട്ടി പോയതിനെ, കുഴപ്പമില്ല. ഈ വണ്ടി എന്താണ് എന്തോ പവർ ചെയ്തിട്ടോ സാധനം. കിടിലൻ ആക്സിലറേഷനൊക്കെ ഉണ്ടോ. ലൈറ്റ് ഇട്ട് പോവാ. അപ്പോൾ ഇവിടുന്ന് ഹ്യൂമെയിൻ ലാബ് എന്ന് പറയുമ്പോൾ ഈ ലൊക്കേഷനാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു ഭാഗത്തോട്ടാണ് നമ്മൾ പോകേണ്ടത്. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, കുഴപ്പമില്ല. അവിടെ എത്തുമ്പോൾ അറിയാം. അവിടെ ഇനി അതെ വേറെയും പോലീസുകാരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് മിക്കവാറും വെടി പൊട്ടാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാനുള്ളൊരിത് വേണം. അതിനാണ് ഇപ്പം നമ്മൾ എല്ലാവരെയും കൊണ്ട് പോകുന്നത്. നമുക്ക് എന്താവും അറിഞ്ഞുകൂടാ, പോയി നോക്കാം. മൈക്കിളുടെയിലും കണ്ണും കാര്യങ്ങളുണ്ട്, നമ്മുടെ കയ്യിലും കണ്ണും കാര്യങ്ങളുണ്ട്. എൻ്റെ പൊന്നു, ലൈറ്റ് ഇട്ട് പോയേക്കും. ഉമ്മാർക്ക് ഒരു ബഹുമാനമില്ല കേട്ടോ. നമ്മൾ പോലീസുകാരനാണെന്നുള്ള ഒരു തോന്നലില്ല നാട്ടുകാർക്ക്. വെറുതെ വന്നിട്ട് കയറുമോ. നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് പോയേക്കാം. ലൈറ്റൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു ഇത് കിട്ടും. അപ്പോൾ കൈസ് നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം കേട്ടോ. അപ്പോൾ കൈസ് നമ്മളിത് ലാബിൻ്റെ അവിടെ എത്താറായിട്ട് കൈസ് നമുക്ക് എന്തായാലും ലൈറ്റൊക്കെ ഇട്ട് ഇവിടെ തന്നെ പോയേക്കാം. ബിക്കോസ് അവിടെ മിക്കവാറും ഗാർഡ്സൊക്കെ ഓൾറെഡി ഗാർഡ് ചെയ്യുന്നുണ്ടാവും. നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ഗുമ്മില്ലെങ്കിൽ നമ്മൾ കയറ്റിവിടാൻ ചാൻസ് ഇല്ല. മൈക്കിൾ ബാക്കിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ. ആ ഒരു പ്രൊഫഷണൽ ലുക്ക് മൈക്കിളിൽ എന്തായാലും വന്നിട്ടുണ്ട്. ട്രെവറിനെ വിളിച്ചുകൊണ്ട് പോകായിരുന്നു. ഇതുകൊണ്ടാണ് ട്രെവറിനെ കണ്ടാൽ പൊക്കും, മൈക്കിളിനെ കണ്ടാൽ പിന്നെ പിടിക്കത്തില്ല. അതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. ഇവിടെ എല്ലാവരും ഉണ്ട്. നമുക്ക് എന്തായാലും പതുക്കെ കയറാം. ഈ വണ്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. ബെസ്റ്റ്. ഒന്ന് പതുക്കെ തുറന്ന് കയറാമെന്ന് കരുതുമ്പോഴേക്ക് നടന്നില്ല. ലൈറ്റ് എന്തായാലും ഓഫ് ചെയ്തേക്കാം. എന്തായാലും അവർ കയറ്റി വിട്ട് വേറെ ഇഷ്യൂ ഒന്നും ഉണ്ടാക്കിയില്ല. ബിക്കോസ് സാധാരണ അങ്ങനെ കയറിപ്പോകാൻ സമ്മതിക്കേണ്ടതല്ല. ബിക്കോസ് ഇവിടെ വേറെ ആർക്കും അങ്ങനെ എൻട്രി ഇല്ലാത്തൊരു സ്ഥലമുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കണേ എന്നൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ വണ്ടി അകത്ത് കയറ്റിയിടണോ? നമുക്ക് അകത്ത് കയറ്റി ഇട്ടാലോ? ഒരു സംശയം തോന്നുന്നു. ഓക്കെ ഗൈസ്, തുറന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വണ്ടി ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ ഇട്ടേക്കാം ഗൈസ്. വണ്ടി ഇവിടെ കിടക്കട്ടെ കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. മൈക്കിൾ ഓടി കളിക്കല്ലേ.
ഗൈസ് ഇപ്പോൾ ഇവിടെ FBI ഏജൻസ് ഫുള്ള് വളർന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ വേറെ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. ഡോക്ടറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡോക്ടറും പിന്നെ ഇവന്മാർ എന്തൊക്കെയോ സിലിണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കടത്തി അയക്കുന്നുണ്ട്. എന്താണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ നമുക്കെന്തായാലും എൻ്റെ പൊന്നു മൈക്കിളെ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ പോലീസുകാരൻ്റെ വേഷത്തിലായതുകൊണ്ട് ഇവരൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിൽ എന്തായാലും പിടിച്ചടിക്കും നമ്മൾ, അത് ഉറപ്പാണ്. നമുക്കെന്തായാലും പുള്ളി ഡോക്ടറുടെ അടുത്ത് ചോദിച്ചേക്കാം. അത് ഡോക്ടർ അപ്പം അകത്താണോ സയൻറ്റിസ്റ്റൊക്കെ ഉള്ളത്? ഓക്കെ, അപ്പോൾ പുള്ളി പറഞ്ഞ് നേരെ അകത്തോട്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിസിറ്റ് അവർ ഓൾറെഡി പ്രതീക്ഷിച്ചിരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത് ഗൈസ്. അപ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നമുക്കെന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. ഇവിടെ അത്യാവശ്യം ഗാർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മൈക്കിളെ സൂക്ഷിച്ച് നടക്കും. ഈ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ അവന്മാർ എന്തായാലും പിടിച്ചടിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും എല്ലാ കോർണറിലും ഓരോ ഡോറിൻ്റെ മുമ്പിൽ വരെ ഫുൾ ഗാർഡ്സ് ആണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഈ വഴി കയറേണ്ടത് ആ വഴി കയറേണ്ടതൊക്കെ പ്രശ്നമാണ്. അപ്പോൾ നമുക്ക് സൂക്ഷിച്ചും കണ്ടും നടന്നില്ലെങ്കിൽ അതൊരു ഇഷ്യൂ ആവും. പക്ഷേ കുഴപ്പമില്ല, നമുക്ക് എന്തായാലും കയറി ചെല്ലാം. അടുത്ത് വെച്ച് കാണട്ടെ ഗൈസ്. നമ്മളെന്തായാലും പതുക്കെ പോവുകയാണ്. അവർക്ക് നമ്മൾ എന്തായാലും ഒരു അൺയൂഷ്വൽ മൂവ്മെൻറ്റ് നമ്മുടെ ഭാഗത്തു നിന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ബിക്കോസ് നമ്മളാണ് പോലീസ്. മൈക്കിൾ പിന്നെ വേറൊരാളായിട്ട് ഡ്രസ്സ് ചെയ്ത് വന്നേക്കുവാണ്. അതുകൊണ്ട് നമുക്ക് വേറെ ഇഷ്യൂ ഒന്നുമില്ല. ഇപ്പം എന്തിവിടെ സംഭവം, ആളിവിടെ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നടന്നു പോകണേ. ഓക്കെ, അപ്പോൾ ഇവിടെയും കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ അത്യാവശ്യം കണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നാനുള്ള ഇവന്മാരൊക്കെ അടിച്ചിടാൻ പറ്റും. അല്ല, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് പറഞ്ഞുകൂടാ, എല്ലാവരുടെയും കയ്യിൽ ജസ്റ്റ് പിസ്റ്റൾ മാത്രമേ ഉള്ളൂ. ഗൈസ് ഇവിടെയും ഡോക്ടർ നിൽക്കുന്നുണ്ട് ഗൈസ്. ഇപ്പോൾ ഈ പുള്ളിയാണ്, ഒരു മാസ്ക് വെച്ച പുള്ളിയായിരിക്കും എന്നാണ് ലെസ്റ്റർ പറഞ്ഞേക്കണേ. പുറത്ത് നിൽക്കുന്ന ഡോക്ടറും അല്ല, ഇവർ രണ്ടുപേരും അല്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി നടന്നു നോക്കാം. എൻ്റെ പൊന്നു മൈക്കിളെ ഞാനൊന്നും പറയാനുണ്ടോ, വന്നോടത്ത് വെച്ച് കാണാം. ആ പുള്ളി അങ്ങോട്ട് തിരിഞ്ഞിക്കണ്ടല്ലോ. ചോദിച്ചു നോക്കാം. സാർ അങ്ങോട്ട് പോകാൻ പറ്റില്ല? ഓക്കെ ഗൈസ്, അപ്പോൾ പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. വേറെ ഇഷ്യൂ ഒന്നുമില്ല. നമുക്ക് എന്തായാലും കയറി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതിൻ്റെ അകത്താണ് വേണ്ടത്. വേറെ ഒന്നും അവിടെയും കാർഡുണ്ട്. അവിടെ എന്തായാലും ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്. എന്തായാലും കയറ്റി വിടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ വഴി പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓക്കെ എനിക്ക് തോന്നുന്നു അവിടെ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ആ പുള്ളിക്ക് ഓൾറെഡി മാസ്ക് ഉണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് വിൻഡോ കൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് അതാണ് നമ്മുടെ ആൾ. പക്ഷേ ഇവന്മാരെ വെട്ടിച്ച് അങ്ങോട്ട് കയറാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാടാണ്. ചോദിച്ചാൽ അത് സാർ നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റുമോ? ഓക്കെ സാർ, പുള്ളി പറഞ്ഞു ഒരു കാരണവശാലും നമുക്ക് അങ്ങനെ കയറാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത്. അവിടെ വേറെ എന്തോ ഒരു സ്പെസിമെൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കയറി കഴിഞ്ഞാൽ അവനെ പൊക്കാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഇവന്മാരൊക്കെ അടിച്ചിടേണ്ടി വരും. നമുക്ക് ബാക്കിൽ നിന്ന് അടിച്ചിടേണ്ടി വരും. ബിക്കോസ് ഇപ്പം തന്നെ അവനെ പൊക്കിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞു. നമുക്കെന്തായാലും മൈക്കിളെ കണ്ണെടുത്തോ. ഓക്കെ, അഞ്ഞ് അടിച്ചിടേണ്ട വേറെ വഴിയില്ല. ഓക്കെ ഓക്കെ ഓക്കെ, അതടിച്ചിട്ടുണ്ട്. ഈ ഏരിയ ക്ലീൻ ചെയ്തിട്ടുണ്ട്. എനിക്കവിടെ പുറത്ത് ഫുൾ ഓക്കെ ഓക്കെ അവിടെ ഫുള്ള് സൈലൻസ് പിസ്റ്റൾ വെച്ചാണ് അടിക്കേണ്ടത് കേട്ടോ. ബിക്കോസ് അവന്മാർ കേൾക്കരുത്, ആ സയൻറ്റിസ്റ്റുമാർ കേൾക്കരുത്. ആ ഡോറിൻ്റെ അകത്തോട്ട് ഒന്നും കേൾക്കത്തില്ല. മൈക്കിൾ നമുക്ക് എന്തായാലും പുറത്തോട്ട് പോയി ബാക്കിയുള്ളവരും കൂടി തീർത്തേക്കാം. ബിക്കോസ് ഇതിന് ഓക്കെ ഇതെന്താ തുറക്കാൻ പറ്റാത്തത്? ഈ വഴിയല്ലേ വന്നു നമ്മൾ? ഓക്കെ, ഈ വഴി അല്ലെന്ന് കൊണ്ട് കേസ് നമുക്ക് വന്നത്. നമ്മൾ ഈ വഴിയാണ് വന്നത്. ഓക്കെ ഓക്കെ, കറക്റ്റ് അടിച്ചിട്ടുണ്ട്. മൈക്കിൾ അടിച്ചിട്ടോ, വേറൊന്നും നോക്കാനില്ല. നമുക്ക് അല്ലാണ്ട് എന്തായാലും കയറാൻ പറ്റില്ല. ഓക്കെ, അല്ല ഹെഡ് ഷോട്ടാണ് കേസ്. ഓക്കെ, നമ്മൾ AR ഉണ്ട്. ഓക്കെ ഓക്കെ, ഇവൻ ഓക്കെ. അപ്പോൾ നമ്മൾ അതടിച്ചിട്ടുണ്ട്. ഓക്കെ, അവൻ സംസാരിക്കണം. ഓക്കെ, ഇതുമല്ല, ഇതിൻ്റെ പുറത്ത് ഇനിയും ആൾക്കാരുണ്ട്. പുറത്ത് ആൾക്കാരുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും കയറി പോകട്ടെ കൈസ്. ഇവിടെ ഇനി ആൾക്കാരുണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇതെല്ലാം തീർത്ത് കഴിഞ്ഞാൽ മാത്രം ഒരുത്തിന് ഓടിപ്പോകണ്ടല്ലോ. ഓക്കെ, എൻ്റെ മോനെ ഫുൾ ആൾക്കാരാണ്. മൈക്കിൾ കവർ എടുത്തടിച്ചു, അല്ലെങ്കിൽ എന്തായാലും അടി ഉറപ്പാണ്. ഓക്കെ, വീണ്ടും ഒരു പട പോലെ വന്നിട്ടുണ്ടോ ഗൈസ്? ഓക്കെ, നമ്മൾ ഒരേ ഇടുക്കൽ നമ്മൾ 3-4 പേര് തട്ടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയ ഓക്കെ, അതും കഴിഞ്ഞു. ഒരുത്തരം അവിടെ എണീറ്റിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. വേറൊരു തോക്ക് ഇടിയുണ്ട്. ഓക്കെ ഓക്കെ, അതും കൊള്ളാം. ഈ തോക്ക് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ, അതിന് പതുക്കെ കയറി നോക്കാം.
ഗൈസ് ഇവിടെ ആൾക്കാരൊക്കെ കുറഞ്ഞിട്ടുണ്ടെന്നുണ്ട്. നമ്മൾ ഒരുവിധപ്പെട്ട ആൾക്കാരെയൊക്കെ തീർത്ത്, പക്ഷെ വീണ്ടും ഒച്ചപ്പാടും കേൾക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, വീണ്ടും ഒച്ചപ്പാടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും ഓക്കെ ഇവിടെ ഒന്നും ആരുമില്ല. അവന്മാരെന്തായാലും എൻ്റെ മോനെ. ഓക്കെ സൂക്ഷിച്ചു കണ്ട് അടിച്ചില്ലെങ്കിൽ മൈക്കിളെ. ഓക്കെ ഓ ഇവിടുന്ന് കവറെടുത്ത് അടിക്കാണ്ട് വേറെ വഴിയില്ല. ഒരു കുന്നണക്കിന് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ എല്ലാം വരി വരിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ അടിച്ചിടാം. കുഴപ്പമില്ല, നമുക്ക് ഈ ഗൺ വെച്ച് വല്ലതും ചെയ്യാൻ പറ്റും നോക്കട്ടെ. ഓക്കെ ഇത് കുഴപ്പമില്ല കേട്ടോ, കറക്റ്റ് കൊള്ളുന്നുണ്ട് സാധനം എന്തായാലും. ഇനിയിപ്പോൾ FBI കൂടി നമുക്കെതിരെയായി ഈ മിഷൻ കഴിയുമ്പോഴേക്കും അതെന്തായാലും ഉറപ്പാണ്. നാട് മൊത്തം എമീസാവും. ഇത് കഴിയുമ്പോഴേക്കും മിക്കവാറും നമ്മൾ ലോസ് ആൻഡോസ് വിട്ട് പോകേണ്ട ഒരു അവസ്ഥയിലോട്ട് എത്തുന്നതാണ് എനിക്ക് തോന്നേണ്ടത് ഗൈസ്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം ഇവിടെ. ഓക്കെ അവിടെ ഇനി ആൾക്കാർ മൈക്കിളെ പോലെ 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 ഹൈഡ് ചെയ്ത് പോകും. ഓക്കെ ഗുഡ് ഗുഡ് ഗുഡ്. ഓ എല്ലാവരും കവർ, മൈക്കിൾ അവിടെ കവർ എടുത്ത് തന്നു. അതാണ് നല്ല ഐഡിയ. ഓക്കെ അവനെ കഴിഞ്ഞിട്ടുണ്ട്. പുറത്തും ആൾക്കാരുണ്ട് ഗൈസ്. ബിക്കോസ് ഇവന്മാരെന്തായാലും പോലീസിനെ വിളിക്കില്ല എന്ന് ഉറപ്പാണ്. ട്രെവർ അതാണ് നമ്മുടെ ലെസ്റ്റർ അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് എന്തൊക്കെയോ ഗവൺമെൻറ് ഇല്ലീഗലായിട്ടുള്ള സംഭവമാണ് ഇവരിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് അവർക്ക് പോലീസിനെ വിളിക്കാൻ പറ്റില്ല. പക്ഷെ എല്ലാവരും നമ്മൾ തീർക്കേണ്ട അവസ്ഥയാണ്. ഓക്കെ ഇവനെ കൊന്നില്ലേ? ഇവൻ ചാവാതെന്താ? ഓക്കെ നമുക്ക് തരും ഇവിടെ. ഓക്കെ ഓ ഇവിടെ എന്തൊക്കെയോ പറ്റുന്നുണ്ട് മൈക്കിളെ. ഓക്കെ ഗൈസ്, അപ്പം ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഓൾമോസ്റ്റ് തീർത്ത് കഴിഞ്ഞു കേട്ടോ ഗൈസ്. ഇവിടെ കുറച്ച് ആൾക്കാരും കൂടി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മളെല്ലാത്തിനും തീർത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അകത്തുനിന്ന് ആൾക്കാർ വരണ്ട. ഇനി ഇവിടെ നിന്ന് തന്നെ എൻ്റെ മോനെ ഗൈസ് വീണ്ടും അകത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വിളിച്ച എല്ലാത്തിനും തീർത്തു. ഓക്കെ ഓ മൈക്കിൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഓക്കെ ഓക്കെ അവനെ തീർത്തിട്ടുണ്ട്. എല്ലാത്തിനും നമ്മൾ തീർത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇനി ഓക്കെ ഗൈസ്, അപ്പോൾ ലാസ്റ്റ് വണ്ണാണ് തോന്നുന്നു. ഓക്കെ ഗൈസ് ഇത് അപ്പുറത്തെ ആളുണ്ട്. ഇവിടെ എവിടെ ഒരു ആൾ നിൽക്കണതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓ ചത്തില്ലേ? ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാത്തിനും നമ്മൾ തീർന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നേരെ പോയി ആ സയൻറ്റിസ്റ്റിനെ നമുക്ക് ഇനി പൊക്കണം. അതാണ് ഇനി അടുത്ത പരിപാടി. ബാക്കിൽ നിന്നൊക്കെ വീണ്ടും വരുന്നുണ്ട് ഗൈസ്. അതും തീർത്തിട്ടുണ്ട്. നേരെ ഹെഡ് ഷോട്ടാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു എന്തോരം വരേണ്ട ഗൈസ് നമ്മൾ തട്ടിയിട്ടെന്നറിയോ. ഓക്കെ നമുക്കെന്തായാലും പോവാം. ഇവിടെയൊക്കെ ഫുള്ള് എല്ലാവരും അങ്ങോട്ട് ഓടി എത്തിക്കൊണ്ട് അവിടെ കിടന്ന് തന്നെ എല്ലാവരും ചത്തു. നമുക്കെന്തായാലും പോയി നോക്കാം ഇവിടെ എന്താ അവസ്ഥ നോക്കി. ഇവിടെയൊക്കെ ഫുള്ള് ചോരപ്പാടാണ്. നമ്മുടെ ഫുള്ള് ചോര കിടക്കുന്നതുകൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് മഞ്ഞോട്ട് വെച്ച് കാണാം. ഇനി ഇടിച്ചങ്ങോട്ട് എടുക്കാം. ഇനിയിപ്പോൾ ആരുണ്ടെങ്കിലും നമ്മൾ ഇടിച്ചെടുക്കത്തുള്ളൂ. നമുക്കെന്തായാലും നേരെ ഇങ്ങോട്ട് പോവാം. ഇപ്പം ഓക്കെ നമുക്ക് ഈ മാസ്ക് വെച്ച പുള്ളീനെയാണ് ഇവിടെ റൈറ്റ് സൈഡിൽ നിൽക്കണം. മൈക്കിളെ ഒന്നും ചെയ്യരുത്, കൊല്ലരുത്. മൈക്കിൾ ഇടിക്കും. മൈക്കിൾ എന്താണെന്ന് നോക്കാം. ഓക്കെ മൈക്കിളെ വേണ്ട, ഒന്നും ചെയ്യണ്ട. ഓക്കെ ഓക്കെ നമ്മളെന്തായാലും ഇവനെടുത്ത് അങ്ങോട്ട് പൊക്കി വെച്ച്. ഓക്കെ മൈക്കിൾ എന്തായാലും കണ്ടു. ഓക്കെ ഇവനെ മിക്കവാറും ഞാൻ പൊക്കിയെടുക്കും. ഓക്കെ മൈക്കിൾ ഇവനെ മാത്രം തീർക്കണം കേട്ടോ ഗൈസ്. ബിക്കോസ് ഇവനെ നമുക്ക് എന്തേലും മൈക്കിളെ പിടിച്ചിരിക്കണം. ഇവൻ കൊള്ളാമല്ല, ഡോക്ടറാണ്. ഇത് എന്തോ ആവാണ്. ഇവനെ രണ്ടിടിയും പിടിച്ചിട്ട് ഇവനെ ഞാൻ തോളി കയറ്റും. അതാണ് നമ്മുടെ പരിപാടി. ബിക്കോസ് ഇവന് കരഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ ഇവനെന്ത് പ്രശ്നമാണ് ഇവൻ. ഓക്കെ നമ്മളെന്തായാലും ഇവനെ പൊക്കിയിട്ടുണ്ട്. എന്തായാലും ഇവന് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് മൈക്കിളിൻ്റെ കയ്യിൽ ഓൾറെഡി കണ്ണും കാര്യങ്ങളൊക്കെ കൊണ്ടുകൊണ്ട് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്തായാലും അവനെ പൊക്കി എടുത്തിട്ടുണ്ട്. നേരെ നമ്മൾ വണ്ടിയിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഇതിൻ്റെ ബോധം പോയിട്ടില്ല. ബിക്കോസ് ബോധം പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇങ്ങോട്ടല്ലല്ലോ കൈസ്, നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. ഈ വണ്ടിയിലിട്ടിട്ട് നേരെ നമ്മൾ കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്ന ട്രെവറിൻ്റെ അടുത്താണ്. ട്രെവറിൻ്റെ അടുത്ത് ഇവൻ്റെ പരിപാടി ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് നമുക്ക് പേടിക്കാനല്ല കൈസ്. നമുക്ക് എന്തായാലും ഓക്കെ ഈ വഴി പുറത്തോട്ട് പോകണം. ഇവൻ കയ്യും തെറിച്ച് പോകാമായിരുന്നു മതിയായിരുന്നു.
നമുക്ക് ഓക്കെ ഗൈസ്. അപ്പോൾ ആ വഴിയാണ് വന്ന വഴി ഇത് മറന്നു പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ ഗൈസ് നമ്മൾ? ഓക്കെ, ഒന്ന് തിരിഞ്ഞു പോകും. അവിടെയൊക്കെ പോലീസുകാരുണ്ടാവാതിരുന്നാൽ മതിയായിരുന്നു. ഇത് നമ്മൾ നേരെ എന്താ ചെയ്യുമ്പോൾ ഇവനെ കൊണ്ടുപോയിട്ട് നേരെ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ ഡിക്കി തുറന്നിട്ട് അങ്ങോട്ട് ഇടാൻ പോവാണ്. ഇവിടെ ഒരുമാതിരി ഒരു 100 പേരെങ്കിലും ഇന്ന് ഇവിടെ ചത്തു വീണിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഈ വെടിവെപ്പ് കാരണം. ഓക്കെ, നമ്മുടെ വണ്ടി അവിടെ ഉണ്ടല്ലോ. ഓക്കെ, വണ്ടി കൊണ്ട് അതിൻ്റെ ഡിക്കി തുറന്നിട്ട് നേരെ ഇവനെ ഇങ്ങോട്ട് തള്ളി കയറ്റാം. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വിടാം. അപ്പോൾ ഗൈസ് ഇവനെ നൈസായിട്ട് അങ്ങോട്ട് ലോഡ് ചെയ്യാൻ പോകേണ്ട ഗൈസ് വണ്ടിയുടെ അകത്തോട്ട്. ഓക്കെ ഗൈസ്, വണ്ടിയുടെ അകത്തോട്ട് ലോഡ് ചെയ്തേക്കാം. ഓക്കെ സാർ, വണ്ടിയുടെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഡിക്കി അടച്ചിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ഓക്കെ, അവൻ വണ്ടിയിൽ തന്നെ കിടക്കുന്നുണ്ട്. ഇവിടെ സീനില്ല. നമുക്ക് എന്തായാലും നൈസായിട്ട് ഇറങ്ങാം. മുമ്പിൽ ചിലപ്പോൾ 2-3 ഗാർഡ്സ് നിൽക്കാനുള്ളൊരിതുണ്ട് ഗൈസ്. പുറത്ത് അങ്ങനെ ഒച്ചപ്പാടൊന്നും നടക്കാത്തതുകൊണ്ട് ആരും അറിഞ്ഞിട്ടില്ല. അതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. പക്ഷെ നമുക്ക് പുറത്ത് പോകുമ്പോൾ അവിടെ കുറച്ച് ഗാർഡ്സ് നിൽക്കാൻ ചാൻസ് ഉണ്ട്. അവർ മിക്കവാറും അറിഞ്ഞിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ ഗൈസ്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ഇവരൊക്കെ ഇവിടുന്ന് പോയിട്ടോ ഗൈസ്. അപ്പോൾ ഇവരൊക്കെ അറിഞ്ഞായിരുന്നു, ഇവരൊക്കെ അവിടെ ഓടി എത്തിയായിരുന്നു. കുഴപ്പമില്ല, നമ്മളെന്തായാലും എല്ലാത്തിനും തീർത്തിട്ടുണ്ട്. ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്തേക്കാം. ബാക്കിലൊന്നും കിടക്കണില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ബാക്കിൽ നമുക്കിവിടെ വിൻഡോ കൂടെ കാണാൻ കിടന്ന് പെടയണത്. നമുക്ക് എന്തായാലും നമ്മുടെ ആ ലൊക്കേഷനിലോട്ട് കൊണ്ടുപോയിട്ട് ഇവനെ അങ്ങോട്ട് ട്രെവറിന് കൈമാറിയേക്കാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഓൾമോസ്റ്റ് നമ്മുടെ ആ ലൊക്കേഷൻ്റെ അവിടെ എത്താറായിട്ടോ ഗൈസ്. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് ഇവനെ കൈമാറും. എന്നിട്ട് നമ്മുടെ കൂപ്പർ എടുത്തിട്ട് നേരെ നമ്മൾ തിരിച്ച് സിറ്റിയിലോട്ട് പോകും ഗൈസ്. അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എന്നാൽ നമ്മുടെ ഗാർഡ്സും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായോ നോക്കട്ടെ. ചെയ്ത് കഴിയുമ്പോൾ തന്നെ മേരി വെതറിൻ്റെ ഗാർഡ്സ് നമ്മുടെ ആ ഹെഡ് ക്വാർട്ടേഴ്സിൻ്റെ അവിടെ ഫുൾ ഉണ്ടാവും എന്നാണ് ഡെയിൻ മെസ്റ്റർ നമുക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കവിടെ പോയി നോക്കണം നമ്മുടെ എന്താ അവസ്ഥ എന്ന്. ഓക്കെ ഗൈസ്, എല്ലാവരും പോയിട്ടോ. ഇവിടെ മറ്റേ ട്രെയിലറൊന്നും കിടക്കണില്ല ഗൈസ്. കൂപ്പർ അവിടെ കിടക്കുന്നുണ്ട്, ഭാഗ്യം. ഓക്കെ, നമുക്ക് ഈ വണ്ടി ഇവിടെ ഇട്ടേക്കാം. ഈ വണ്ടി നമുക്കിത് വെള്ളത്തിൽ കളയണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യം ഇവനെ കൊണ്ട് കളയട്ടെ. ഇവനെ കൊണ്ട് ആദ്യം നമുക്ക് ട്രെവറിൻ്റെ കയ്യിൽ കൈ കൊടുക്കട്ടെ. ഓക്കെ, ഫ്രാങ്ക് ഒന്ന് മാറിയുന്നേ. ഓക്കെ, ഇവനെ അങ്ങോട്ട് പൊക്കി എടുത്തേക്കാം. ഓക്കെ, നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നമുക്കില്ല, ഇവനെ കൊണ്ട് നേരെ താഴെ കൊടുക്കാം. ബിക്കോസ് ട്രെവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു താഴോട്ട് വരാൻ. ബിക്കോസ് അവിടെ പുള്ളി ബോട്ടായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ബോട്ടിലാണ് ഇവനെ കടത്താൻ പോകുന്നത്. ബിക്കോസ് അല്ലാണ്ട് നമ്മൾ കടത്തി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ട്രെയിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും പൊക്കും. ഓക്കെ സാർ, ട്രെവറാണെന്നോ ആരോ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ ഇറങ്ങാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും വഴുതി വിടുന്ന 2 പേരും നേരെ വെള്ളത്തിൽ കിടക്കും. ഇവരെന്തായാലും ചാവും. നമുക്ക് പിന്നെ നീന്തൽ അറിയാവുന്നതുകൊണ്ട് രക്ഷപ്പെടും. അവിടെ 2 ആൾക്കാരിരിക്കണ്ടല്ലോ. ഇവൻ എന്ത് ചെയ്യണം? ഇവനിവിടെ കിടത്തട്ടെ. ഒരു കാര്യം ഇവനോടെ കിടത്തിയിട്ടേ ഒന്നുമില്ല, വേറെ തെളിവ് നശിപ്പിക്കാം എന്നുള്ളൊരിത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ, ഇവനെ പിന്നെയും പൊക്കിയെടുത്തിട്ട് തന്നെ കൊണ്ടുപോകാം. പൊക്കിയെടുത്തിട്ട് നേരെ ട്രെവറിൻ്റെ അവിടെ മുമ്പിൽ വെച്ച് കൊടുത്താൽ മതി. ട്രെവർ ബാക്കി കാര്യങ്ങൾ ഏറ്റോളും. ട്രെവർ എന്തിനും റെഡി ആയിട്ട് നിൽക്കേണ്ട ഗൈസ്. സ്ക്യൂബ ഡൈവിങ്ങിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ട്രെവറെ. അപ്പോൾ വേണ്ടത് ചെയ്തേക്ക്. ഞാൻ എന്തായാലും നൈസായിട്ട് വിടുവാണ് ഗൈസ്. അപ്പോൾ ട്രെവർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രസ്സൊക്കെ കൂപ്പറിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ ചെന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് വിട്ടോളാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ മൈക്കിളിൽ പിന്നെ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണ്ട, ഇപ്പോൾ തന്നെ അടിപൊളി ലുക്കിൽ തന്നെയാണ്. നമുക്ക് നേരെ ഡ്രസ്സ് മാറിയിട്ട് നേരെ മദ്രാസോൻ്റെ മാൻഷനിലോട്ട് വിട്ടോളാനാണ് ഇപ്പോൾ പറഞ്ഞേക്കണേ. അതിനു മുമ്പ് നമുക്ക് വണ്ടി എടുക്കണം. നമ്മുടെ വണ്ടി അവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. പട്ടി എനിക്കിഷ്ടമായതുകൊണ്ട് വിട്ടേക്കാം. ഓക്കെ, നമുക്ക് എന്തായാലും ഇതിൻ്റെ സാധനം ഡ്രസ്സ് അങ്ങോട്ട് മാറിയേക്കാം ഗൈസ്. പെട്ടെന്ന് ഡ്രസ്സ് മാറിയേക്കാം. ഓക്കെ ഗൈസ്, നമ്മൾ ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ട്രെവർ മൈക്കിൾ പെട്ടെന്ന് വണ്ടി കയറിക്കോ. നമ്മൾ ലോസ് ആൻഡോസിലോട്ട് വിടണം. നേരെ ബെന്നിയുടെ കറാച്ചിലോട്ടാണ് കേട്ടോ ഗൈസ് പോണേ. ഓക്കെ ഗൈസ്, പോണതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാനുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഡിസ്പോസ് ചെയ്യണം. മൈക്കിളെ വന്ന് കയറരുത്, ചാടിക്കാനാണ്. ഒരൊറ്റ വഴിയുണ്ട്, നേരെ അങ്ങോട്ട് ചാടിപ്പിക്കുക, അല്ലാണ്ട് വേറെ വഴിയില്ല. ചാടി പോയാൽ മതിയായിരുന്നു. അപ്പോൾ മൈക്കിളിനെയും കൂടി വെച്ച് ചാടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും തെറിച്ച് മൈക്കിളും കൂടെ പോവും. അതായിരിക്കും ഉണ്ടാകാൻ പോകണം. അതുകൊണ്ട് മൈക്കിൾ മാറിയിരുന്നു. ഓക്കെ ഗൈസ്, അതിൻ്റെ കാര്യം എന്തായാലും തീരുമാനമായിട്ടുണ്ട്. ഫ്രാങ്ക്ലിൻ പിന്നെ ഇതൊക്കെ ചെയ്ത് നല്ല പരിചയമുണ്ട്. സിമിയോൻ്റെ അവിടെ ആയിരുന്നല്ലോ പണ്ട് ജോലി. അതുകൊണ്ട് ഫ്രാങ്ക്ലിൻ ഇതൊക്കെ ചെയ്ത് നല്ല പരിചയമുണ്ട്. ഗൈസ്, നമുക്ക് എന്തായാലും ഇവിടുന്ന് പോവാം. എല്ലാം സെറ്റായിട്ടുണ്ട്. ക്ലീൻ മിഷനായിരുന്നത്. കൂപ്പർ രക്ഷയില്ലാത്ത സാധനമുണ്ട് ഗൈസ്. ഏത് റോട്ടിൽ കൂടെയും പറന്ന് പോയിക്കോളും വണ്ടി. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇന്ന് ഏത് വണ്ടിയാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത് നമുക്ക് ഒരു ഐഡിയ ഇല്ല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് നേരെ നമ്മുടെ ബെന്നിയുടെ ഗറാജിലോട്ട് പോയേക്കാം.
അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ബെന്നിയുടെ വർക്ക്ഷോപ്പിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ പോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് ആ വെള്ള കാർ മറ്റേ വാട്ടറിൽ പോകണ കാറും വെച്ചിട്ട് നേരെ എയർപോർട്ടിൽ പോകണം. ബിക്കോസ് ഇന്ന് നമുക്ക് ആ വണ്ടി കൊടുത്ത് ഏച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. ബിക്കോസ് ഡാമറും നമ്മുടെ മൈക്കിളിൻ്റെ ഫാമിലി എൽറൂബിയൊക്കെ 14K ട്രയൽ എന്ന് പറഞ്ഞാൽ ചൈനീസ് ഗ്യാങ്ങിൻ്റെ കയ്യിലാണ്. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഈ വണ്ടി എന്തായാലും അകത്തോട്ട് തന്നെ പാർക്ക് ചെയ്തിട്ടേക്കാം ഗൈസ്. അകത്തോട്ട് തന്നെ ഇടാം. ഓ ഇവിടെ ഫുള്ള് വണ്ടികളായല്ലോ. നമുക്ക് ഈ വണ്ടി അകത്തിട്ട് കഴിഞ്ഞാൽ സ്ഥലമില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അവിടെ ഒതുക്കിയിടാം. അവിടെ ഒട്ടും സ്ഥലമില്ലാത്തൊരവസ്ഥയാണ്. ഓക്കെ. ഓ കൂപ്പർ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് നമ്മുടെ പേഴ്സണൽ വണ്ടി ആക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ ഗൈസ്. ഓ രക്ഷയില്ലാത്ത ലുക്ക് നമ്മുടെ മിനി കൂപ്പർ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് എന്തായാലും പുതിയ മാൻഷനും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ കുറച്ച് സമയം എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്താലാണ് ഡെവിൻ നമുക്ക് തരത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഫോർച്യൂണർ ടെസ്റ്റ് ചെയ്തില്ല കേട്ടോ ഗൈസ്. നമുക്ക് പുതിയതായിട്ട് വന്നൊരു വണ്ടിയാണ്. വണ്ടി നേരത്തെ അകത്ത് കിടക്കുകയായിരുന്നു. ഇപ്പോഴാണ് പുറത്തിറക്കി ഇട്ടത് അവന്മാർ. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തിട്ട് അങ്ങോട്ട് പോയേക്കാം. എന്നുവെച്ചാൽ ഫോർച്യൂണർ നമ്മുടെ ഇനിയിപ്പോൾ ഷോറൂമിലോട്ട് കയറാനുള്ളൊരു വണ്ടിയാണ്. അപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം. ഓ സാധനം കൊള്ളാം കേട്ടോ. ആകമൊക്കെ ഫോർച്യൂണറൊക്കെ പോലെ തന്നെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓ ലൈറ്റൊക്കെ സെറ്റ്. ഓ ട്രാം പോട്ടെ. ഓക്കെ അലോയ്സൊക്കെ ഒരു രക്ഷയില്ല ഗൈസ്. വലിയ അലോയ്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കണേ വണ്ടിക്ക്. എന്തായാലും കൊള്ളാം. വണ്ടി എന്തായാലും ലുക്കായിട്ടുണ്ട്. ചവിട്ടി ഓടിച്ചു നോക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ വണ്ടി വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഏത് ഇന്ത്യൻ കാർ വേണമെന്ന് വെച്ചിട്ട് കമൻറ്റ്. നിങ്ങൾ കുറേ പേര് ഫോർച്യൂണർ വേണമെന്ന് പറഞ്ഞ് അതുകൊണ്ട് നമ്മൾ ഫോർച്യൂണർ ഇറക്കിയത് എന്തായാലും. അപ്പോൾ അത്യാവശ്യം കുറച്ചധികം വണ്ടിയായി. പക്ഷേ ഷോറൂം ഇതുവരെ തുടങ്ങാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും നമ്മൾ പറഞ്ഞ് തീർക്കുമ്പോൾ തന്നെ. നമുക്ക് ഈ വണ്ടി അകത്തോട്ട് തന്നെ പാർക്ക് ചെയ്തിട്ടേക്കാം. അയാൾ നേരെ ആ വെള്ള കളർ വണ്ടി എടുത്താൽ നമുക്ക് നേരെ വിടാം. ആ വണ്ടിക്ക് പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഗൈസ്. പക്ഷേ അത് ഭയങ്കര ടെക്നോളജി ഉള്ളൊരു വണ്ടിയാണ്. ഞാൻ നിങ്ങളെ കാണിച്ചു തന്നാണ്, ഒന്നും കൂടി കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് വിടാം. നമുക്ക് ഓക്കെ. അപ്പോൾ ഒരു കാര്യം ചെയ്യും മൈക്കിളെ, ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ആ കൂപ്പറായിട്ട് പുറകെ ഈ വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ പിന്നെ വേറെ വണ്ടി ഉണ്ടാവില്ല. ഓക്കെ ഒരു ട്രാക്കർ കയറ്റിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ട്രാക്കറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. ഇവിടെ പ്രത്യേകത ഞാൻ കാണിച്ചു തരാം എന്താണെന്ന്. ഇത് ഇപ്പോൾ നമ്മൾ ലാൻഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പോവുകയാണെങ്കിൽ വണ്ടി ഫുള്ള് മാറൂട്ടം ഗൈസ്. അപ്പോൾ അത്രയും അടിപൊളി ടെക്നോളജിയാണ്. മൈക്കിളെ ഒരു കാര്യം ചെയ്യും, എന്തായാലും മിനി കൂപ്പർ എടുത്തിട്ട് പുറകെ വാട്ടോ. ഓക്കെ ഗൈസ്. അപ്പോൾ മൈക്കിൾ നേരെ കൂപ്പർ എടുക്കാൻ പോകുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് ഇറങ്ങാം. ഇമാരും തട്ടിയിടായിരുന്നാൽ മതിയായിരുന്നു അയാൾ. അറിഞ്ഞുകൂടാ. ഓക്കെ മൈക്കിൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഓടിച്ച് വരുന്നുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇടിച്ച് ഇയാളോട് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എടുക്കരുത്. വളച്ച് വന്നിട്ടുണ്ട്, എങ്ങനെയൊക്കെയോ വളച്ചെത്തിയിട്ടുണ്ട്. കൂപ്പർ രക്ഷയിലിട്ട് ഗൈസ്. നമുക്ക് എന്തായാലും പതുക്കെ പോവാം. നമുക്ക് നേരെ എയർപോർട്ടിലോട്ടാണ് പോകുന്നത്. എയർപോർട്ടിൽ പോയിട്ട് വേണം ഈ വണ്ടി ഡ്രോപ്പ് ഓഫ് ചെയ്യാൻ. അപ്പോൾ അവിടെ ഗ്യാങ് മെമ്പേഴ്സ് വന്നിട്ടുണ്ടാവുന്നതാണ് നമുക്കിട്ട് ഇൻഫർമേഷൻ. ഓക്കെ എന്തായാലും ചവിട്ടി വിടുക. ഈ വണ്ടിക്ക് നല്ല പവറുണ്ട് ഗൈസ്, വിചാരിക്കുന്ന പോലെയല്ല. ഓക്കെ എൻ്റെ മോനെ എന്താ സാധനം ഗൈസ്, കിട്ടിലും വണ്ടി ഉണ്ടോ ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത്. ചെറിയ റിസ്ക് ആണ്. ബിക്കോസ് അവർക്ക് ഇത്രയും വലിയൊരു ടെക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്തൊക്കെ ചെയ്യാൻ പോകണം നമുക്ക് ഒരു പിടിയില്ല. പക്ഷെ നമുക്കിപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഇതേ വഴിയുള്ളൂ. മിനി കൂപ്പർ വെച്ച് പിടിക്കാനുണ്ട് ഗൈസ് മൈക്കിൾ. മൈക്കിൾ അവിടെ തെന്നിപ്പോയി. അവർക്ക് നേരെ നമുക്ക് എയർപോർട്ടിൻ്റെ അങ്ങോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ട് ഗൈസ്. അപ്പോൾ അതേ മൈക്കിൾ പുറകെ ഉണ്ട്. കൂപ്പർ വന്നാതിന് എന്താ ലൂക്കല്ല ഗൈസ്. മൈക്കിൾ ഇടിക്കരുത്. പറഞ്ഞുള്ളൂ അപ്പോൾ തന്നെ ഇടിക്കും. പക്ഷേ ഈ വണ്ടിക്ക് അതിലും പവർ ആയതുകൊണ്ട് എന്തായാലും പിടിച്ച് നിൽക്കാൻ പറ്റില്ല ഈ വണ്ടിയുടെ മുമ്പിൽ. ഈ വണ്ടിക്ക് ആക്ച്വലി ഭയങ്കര പവർഫുള്ളാണ്. പിന്നെ ഇത്രയും ടെക്കും കൂടി ഉള്ളതുകൊണ്ട് ഇതിൽ ആക്ച്വലി ഗൺ വരെ ഉണ്ട്. കണ്ട ഇവിടെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ മിസൈൽ ലോഞ്ചർ വരെ ഓപ്പൺ ആവും. അകത്തോട്ട് കയറി നോക്കാം. മൈക്കിളെ അലമ്പുണ്ടാക്കല്ലേ കേട്ടോ. ഇവിടെ പിടിച്ച് നല്ല വെടിവെപ്പ് വെക്കുവന്മാർ. ഓക്കെ പതുക്കെ വന്നാൽ മതി. ബിക്കോസ് അവിടെയാണ് പ്ലെയിൻ വന്നിട്ടുണ്ടാവുക. നമ്മൾ അധികം സ്പീഡ് എടുക്കണില്ല. നമ്മളിങ്ങനെ ഒരു സ്ലോ പേസിൽ പോവുകയാണ്. ബിക്കോസ് മൈക്കിൾ ഒരുമാതിരി പ്രാന്തനെ പോലെ ഓടിക്കാൻ. അപ്പം നിർത്താൻ അറിയാം. നമ്മൾ നിർത്തി അപ്പം തന്നെ നിർത്തുട്ടാ. നേരത്തെ വന്ന് ഇടിച്ചതുപോലെയല്ല, ആൾ നിർത്തിയൊക്കെ ചെയ്യും. പക്ഷേ നമ്മളൊന്ന് ഓക്കെ കേസ് പവർഫിലോട്ട് എത്തിയിട്ടുണ്ട്. എൻ്റെ മോൻ ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ അവന്മാർ തീർക്കാൻ പറ്റും. നമ്മുടെ മിസൈലെല്ലാം റെഡിയാണ്. പക്ഷേ
അതാണ് മറ്റേ ബോസ്. പക്ഷേ ഇത് ചെയ്ത് കഴിഞ്ഞാൽ മൈക്കിളിൻ്റെ ഫാമിലിയും എൽ റൂബിയും ലാമറിൻ്റെ കാര്യം അവർ തീരുമാനമാക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. നമുക്ക് മിസൈൽ അടച്ചു വയ്ക്കാം. അല്ലാണ്ട് വേറെ വഴിയില്ല ഗൈസ്, നമുക്ക് അടച്ചു വെക്കാണ്ടല്ലാണ്ട്. ഓക്കെ, നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവന്മാർക്ക് ത്രെട്ടായിട്ട് തോന്നിയിട്ട് നമ്മൾ തട്ടണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി നൈസായിട്ട് ഇറങ്ങിയേക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് തന്നെ നൈസായിട്ട് ഇറങ്ങിയേക്കാം. മൈക്കിളോടെ ഗൈസ്, മൈക്കിളോടെ ഓടി എത്തിയിട്ട് ഗൈസ് അവനൊക്കെ പുള്ളിനോട് സംസാരിച്ചിട്ട് വണ്ടി അകത്തോട്ട് കയറ്റിയേക്കാം. ഹലോ സാർ, അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ വണ്ടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് പുള്ളി ഓക്കെ പറഞ്ഞ് വണ്ടിയുടെ കാര്യം അവർ ചെയ്തോളാമെന്ന് പറഞ്ഞ് നമുക്ക് എന്തായാലും ഇവിടുന്ന് പോകാട്ടെ ഗൈസ്. അപ്പോൾ എല്ലാ കാര്യം കഴിഞ്ഞു. അടുത്ത മിഷൻ എന്തായാലും ലെസ്റ്ററിന് അപ്ഡേറ്റ് ചെയ്തേക്കാമെന്ന് പുള്ളി പറഞ്ഞു ഗൈസ്. അപ്പോൾ ഇനിയും എന്തോ മിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്താണെന്ന് നമുക്കവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഒരു കാര്യം ചെയ്യാം ഗൈസ്. നമുക്ക് നേരെ ഡെവിൻ വെസ്റ്റൻ്റെ അങ്ങോട്ട് പോവാം. ബിക്കോസ് പുള്ളി പറഞ്ഞതാണല്ലോ നമുക്കൊരു ഗിഫ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞതാണല്ലോ. അപ്പോൾ അതെന്താണ് നമുക്ക് പോയി നോക്കണമല്ലോ ഗൈസ്. എന്തായാലും ഇത് എൻ്റെ കാര്യം തീരുമാനമായി. വണ്ടി അവിടെ കൂടെ തേച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഒരു കാര്യം നോക്കി ഗൈസ്, നമ്മൾ എങ്ങനെ വന്നാലും ആ വണ്ടി നമ്മുടെ കയ്യിൽ തിരിച്ചെത്തിയിരിക്കും. ബിക്കോസ് നിങ്ങൾ മാപ്പിൽ കാണണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ട്രാക്കർ, ഇത് ആ വണ്ടിയുടെ ട്രാക്കർ. അത് ഫ്ലൈ ചെയ്ത് കഴിഞ്ഞ് കയോപെറിക്കോയിലാണോ ലിബർട്ടിയിലാണോ ICTയിലാണോ എങ്ങോട്ട് പോയാലും നമ്മളിത് കണ്ടുപിടിക്കും. ഇത് പ്ലെയിൻ്റെ പത്ത് TN തമിഴ്നാട് വണ്ടിയാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ നിന്ന് കൂടെ പോവാം. നമ്മൾ നേരെ പോകുന്നത് ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷനിലോട്ടാണ് ഗൈസ്. അവിടെ എല്ലാവരും ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. മിക്കവാറും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഒട്ടും വൈകേണ്ട ഗൈസ്, നേരെ നമ്മൾ ഡെവിൻ വെസ്റ്റൻ്റെ മാൻഷനിലോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ ഡെവിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് ഗൈസ്. അപ്പോൾ പുള്ളിയുടെ മാൻഷൻ ഇവിടെയാണ്. നമ്മുടെ പഴയ മാൻഷൻ ഏത് സ്ഥലത്താണ്. പക്ഷേ പഴയ മാൻഷൻ ആക്ച്വലി ലോസ് ഗ്യാങ്ങും മറ്റേ റഷ്യൻ മാഫിയയുടെ ഗ്യാങ്ങും ഒക്കെ ചേർന്ന് കത്തിച്ച് കളഞ്ഞു ഗൈസ്. അതുകൊണ്ട് ഇപ്പോൾ മാൻഷൻ നമുക്കില്ല. പക്ഷേ നമ്മളൊരു അടിപൊളി മാൻഷൻ ഉടനെ തന്നെ മേടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ ഇതെല്ലാം കഴിയുമ്പോഴേക്കും ഉറപ്പാണ് നമ്മളൊരു മാൻഷൻ എടുത്തിരിക്കും. ഇതിനേക്കാളും വലിയ മാൻഷനായിരിക്കും നമുക്ക് ഉണ്ടാകാൻ പോകണം ഗൈസ്. അപ്പോൾ അതൊക്കെ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തോട്ട് കയറാം ഗൈസ്. അപ്പോൾ ഈ വണ്ടി എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം. ഇപ്പോൾ ഗിഫ്റ്റ് ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. എന്ത് വണ്ടിയാണെന്ന് നമുക്കറിയത്തില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഡെവിൻ വെസ്റ്ററും ലെസ്റ്ററും പിന്നെ മറ്റേ മേരി വെതർ ടീമും എല്ലാവരും കൂടെ നിൽക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ഈ വണ്ടിയോടെ കിടക്കട്ടെ, പോയി ജസ്റ്റ് സംസാരിച്ച് നോക്കാം. ഹലോ സാർ, അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഡെവിൻ വെസ്റ്റൺ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിന്ന് ഫസ്റ്റ് ഗറാജ് തുറന്നു നോക്കിക്കോ, അവിടെ എനിക്കുള്ള പ്രസൻറ്റ് ഉണ്ടെന്നാണ് പുള്ളി പറഞ്ഞേട്ടെ ഗൈസ്. ആ പുള്ളി ഹാപ്പിയാണ്. പക്ഷേ നമുക്ക് ഗാർഡ്സിനൊക്കെ പുള്ളി പ്രൊവൈഡും ചെയ്യാമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ മേരി വെതർ ടീം നമുക്ക് നമ്മുടെ ബേസിലും എല്ലാ സ്ഥലത്തും ഗാർഡ്സ് വരുന്നതായിരിക്കും. പിന്നെ വേറെ കുറേ കാര്യങ്ങളുണ്ട് ഗൈസ്. അപ്പോൾ അതൊക്കെ നമ്മുടെ അടുത്ത വീഡിയോയിലായിരിക്കും കാണാൻ പറ്റുക. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഏതാണെന്ന് പോയി നോക്കാം ഗൈസ്. അപ്പോൾ ഞാൻ വളരെ വെയിറ്റിംഗ് ആയിരുന്നു ഏത് വണ്ടിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് നമുക്കൊരു പുതിയത് ഫോക്സ്വാഗൺ ഗോൾഫ് GT ആണ് ഗൈസ്. അപ്പോൾ ഇത് ലേറ്റസ്റ്റ് വണ്ടിയാണ്. എൻ്റെ മോനെ രക്ഷയില്ല. പുള്ളിയുടെ കാർ കളക്ഷൻ അപ്പുറത്ത് വേറെ കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് എന്താണ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ വണ്ടി എന്തെങ്കിലും എടുക്കാം. ഇവിടെ BMW കിടക്കുന്നുണ്ട്. പോർഷ് എല്ലാ വണ്ടിയും ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. അപ്പോൾ നമുക്ക് എന്തായാലും ഈ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങാണ്ട് ഗൈസ്. എൻ്റെ മോനെ രക്ഷയില്ല വണ്ടി കാണാൻ. നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാം വണ്ടി ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന്. പിന്നെ വണ്ടിയുടെ പെയിൻറ്റ് എന്തെങ്കിലും മാറ്റാറുണ്ടെങ്കിൽ അതും കൂടി ജസ്റ്റ് കമൻറ്റ് ചെയ്യും. ഇത് അത്യാവശ്യം നല്ലൊരു സ്പെക്കാണ് കേട്ടോ ഗൈസ്. ഇൻറ്റീരിയർ ഒന്നും രക്ഷയില്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റേ 6 ആണെന്ന് തോന്നുന്നു, ഗോൾഫ് 6 ആണെന്ന് തോന്നുന്നു. പക്ഷേ GTയുടെ പോലെ രണ്ടും സെയിം വന്ന പോലെ ഇരിക്കണം. ഇതിന് ഇത്തിരി കൂടി പവർ കൂടുതലാണെന്നുള്ളൂ കേട്ടോ GTനേക്കാൾ. അപ്പോൾ നമുക്ക് നൈസായിട്ട് വണ്ടിയായിട്ട് ഇറങ്ങാം കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി കിട്ടിയാൽ നമുക്ക് നേരെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലോട്ട് പോവാം. വണ്ടി ഒരു രക്ഷയില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കര. എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. എൻ്റെ മോൻ ഇത് നല്ല പവറുണ്ട്. എനിക്കൊരു കൂപ്പറിനേക്കാളും പവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ കൂപ്പറിനേക്കാളും വലുതാണെന്ന് എനിക്ക് മനസ്സിലായി. ബിക്കോസ് സൈസ് അത്യാവശ്യം ഉണ്ട് വണ്ടിക്ക്. ഇനി ഇതായിരിക്കും നമ്മുടെ പുതിയ വണ്ടി കേട്ടോ ഗൈസ്. പിന്നെ കളർ മാറ്റണമെങ്കിൽ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതൊക്കെ സെറ്റാക്കാവുന്നതാണ് ഗൈസ്. പിന്നെ മാത്രമല്ല നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ ഓൺ ദ റോഡ് 100K ആണ്. 100K എത്ര കഴിയുമ്പോൾ നമുക്ക് ആദ്യം 10K അടിക്കണം. അപ്പോൾ ആദ്യം 10Kയിലോട്ട് എത്താൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ കയറി ചെക്കൗട്ട് ചെയ്യാത്തവർ എന്തായാലും കയറി ചെക്കൗട്ട് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഗൈസ് ഈ വീഡിയോയിൽ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും പീസ്.